പ്രിയമുള്ളവരെ, ട്രെൻഡ്സാണ് നമ്മുടെ സംസാര വിഷയം. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ, എസ്പെഷ്യലി കൗമാരപ്രായക്കാരുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് ദേ ഫോളോ ട്രെൻഡ്സ് ഓർ ദേ ഫോളോ ഫ്രണ്ട്സ്. അത് ഡ്രസ്സിങ്ങിലാവാം, പെരുമാറ്റത്തിലാവാം, കരിയറിലാവാം, സ്വഭാവവിശേഷതകളിലാവാം, എല്ലാത്തിലാവാം. ഒന്നുകിൽ ഫ്രണ്ട്സിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ട്രെൻഡ്സിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു വിഷയത്തിലേക്കുള്ള ഒരു കൃത്യമായ പഠനമോ അതല്ല അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾക്കോ അപ്പുറത്തേക്ക് നിലവിലെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും പെരുമാറ്റങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളുടെ ചുറ്റും നമ്മൾ നന്നായി കണ്ടുവരും. ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ് എന്താണ്? നമുക്കിതെങ്ങനെയാണ് കുറച്ചും കൂടി പോസിറ്റീവായിട്ട്, ട്രെൻഡ്സ് എന്ന പദം നെഗറ്റീവായ അർത്ഥത്തിലല്ല ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ പോലും നമ്മൾ നിലവിൽ കാണുന്ന വലിയ വെല്ലുവിളി ഈ ട്രെൻഡ്സുകൾ അധികവും നെഗറ്റീവാണ്. തൊപ്പിയാണ്, യൂട്യൂബറാണ്, ഫോളോവേഴ്സാണ്, ആർമികളാണ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് പലപ്പോഴും ഈ ട്രെൻഡ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് അതിനെ മൊറേലായിട്ട്, അതിൻ്റെ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? ആ രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് BKF-ൻ്റെ ഈ സെഷനിൽ, ഈ വേദിയിൽ വെച്ച് ആരംഭിക്കുന്നത്. നമ്മളുടെ കൂടെ പ്രിയപ്പെട്ട ഖാദർ കരുവഞ്ചാൽ സാറുണ്ട്, ഷാഫി കളത്തിങ്കൽ സാറുണ്ട്. രണ്ടുപേരും ഈ വിഷയത്തിൽ, കുട്ടികളായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഇവരുടെ ട്രെൻഡ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലൊക്കെ സംസാരിക്കാൻ എക്സ്പെർട്ടീസുള്ള ആളുകളാണ്. നമുക്കൊന്ന് സംസാരിച്ച് തുടങ്ങാം. ഷാഫി സാർ ഒന്ന് സംസാരിച്ച് തുടങ്ങും. പുതിയ പ്രവണതകളെ ഉൾക്കൊള്ളുക എന്നുള്ളത് തികച്ചും രചനാത്മകമായ പോസിറ്റീവായ ഒരു മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ഈ പുതുമകളെന്ന് പറയുന്നത് അത് വളരെ കൺവെൻഷനലായിട്ടുള്ള, ഗൈഡഡ് ആയിട്ടുള്ള ഒരു വഴിക്കപ്പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പോകേണ്ട ചില വയലേഷൻസാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് വളർന്നു വരുന്ന തലമുറ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശിഷ്യ ടീനേജ് എന്ന് പറയുന്നത് തന്നെ എല്ലാ തരത്തിലുള്ള കൺവെൻഷനലായിട്ടുള്ള ഫ്രെയിം വർക്കുകളെയും പൊട്ടിക്കുക എന്നുള്ള, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചാടുക എന്നുള്ള ടെൻഡൻസി, ആ ഒരു മനോഭാവം അവരിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനെ വളരെ ക്രിയാത്മകമായും നിർമ്മാണാത്മകമായും എങ്ങനെ വഴിതിരിച്ചു വിടാമെന്നുള്ള ഒരു ചാലഞ്ചാണ് ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ എല്ലാം സെറ്റ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. എല്ലാ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കുന്നത്. നേരത്തെ ഇവിടെ ആമുഖത്തിൽ അഹമ്മദ് ഷെറീൻ പറഞ്ഞതുപോലെ ട്രെൻഡ്സും ഫ്രണ്ട്സുമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് സാധാരണഗതിയിൽ ഇന്നത്തെ വിദ്യാർത്ഥികളിൽ മാത്രം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായ ഒരു പ്രശ്നമല്ല. ഈ പറയുന്ന ഞാനടക്കം വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ് ജനറേഷൻ, ആ എക്സ് ജനറേഷനും അന്നത്തെ ട്രെൻഡിന് പിന്നിൽ അവർ പോയിരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്ന് അതൊരു വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള തലത്തിലേക്ക് വരുന്നത്, ഇന്ന് ഒരു ആൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഡൈവേർട്ട് ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ അറിയുന്നു എന്നുള്ളതാണ്. അത് അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകകം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. ഈ ട്രെൻഡിന് പിറകെ പോവുക എന്നുള്ളത് വളരെ നേരത്തെ തന്നെയുണ്ട്. സിനിമാ നടന്മാരുടെ, സെലിബ്രിറ്റീസിൻ്റെ ആ ട്രെൻഡിനൊക്കെ പിറകെ
വളരെ പഴയ കാലം മുതൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ മാത്രം സുസാധ്യമാകുന്ന തരത്തിൽ നമ്മുടെ ആശയവിനിമയ മേഖലകൾ വികസിച്ചു എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് നമുക്ക് അറിയാനുള്ളൊരു കാരണം. നേരത്തെ ഇവിടെ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞു. തൊപ്പിയെക്കുറിച്ചിട്ട് 5ാം ക്ലാസ്സുകാരനോട് ചോദിക്കുമ്പോൾ 5ാം ക്ലാസ്സുകാരൻ പറയുന്നത് തൊപ്പി സിഗ്മയാണെന്നാണ്. നമ്മളൊക്കെ സിഗ്മ എന്ന് കേൾക്കുന്നത് തന്നെ ഡിഗ്രിയിൽ QT പഠിക്കുമ്പോഴൊക്കെയാണ് സിഗ്മ എന്നുള്ള വേർഡ് കേൾക്കുന്നത്. 5ാം ക്ലാസ്സുകാരൻ പറഞ്ഞ തൊപ്പി സിഗ്മയാണെന്നാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം മറ്റൊന്നുമല്ല, അത്രമാത്രം ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയും. അഥവാ ഈ ഇൻഫർമേഷൻ ഓവർലോഡിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. IR 4.0 ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിവരങ്ങൾ, ആ വിവരങ്ങൾ എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത്രയും വിവരങ്ങളുടെ ഒരു ഓവർലോഡ്, ഒരു ഓവർഫ്ലോ നമ്മിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ മുമ്പത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഒരാൾ ചീത്തയാവണം എന്ന് അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ചീത്തയാവുക എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ചീത്തയാവണം, ഞാൻ മോശമാവണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും നടക്കുമായിരുന്നില്ല. കാരണം അതിനെന്ത് ചെയ്യണം, ഒരു സിനിമയൊക്കെ കാണണമെങ്കിൽ പിന്നെ തിയേറ്ററിൽ പോകണം, അതിന് ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കണം, അങ്ങനെ കുറേ വളഞ്ഞ വഴികളൊക്കെ ആരും അറിയാതൊക്കെ ഇങ്ങനെ കയറി മതിൽ ചാടി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പോൾ കാലോ മറ്റൊക്കെ ഒടിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് അവിടെ എത്തുക. ഇപ്പം അതിനൊന്നും ആവശ്യമില്ല. ഇപ്പം വളരെ ചെറിയ രൂപത്തിൽ ഒരു 4G കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ 35 മിനിറ്റ് 45 മിനിറ്റ് 3/4 മണിക്കൂർ നേരം അടച്ചിരുന്നാൽ ഒരു പക്ഷേ നമ്പർ 1 ഗുണ്ടയായിട്ടോ തമ്മാടിയായിട്ടൊക്കെ പുറത്തു വരുന്ന അത്രയും വിപുലമായ നെറ്റ്വർക്കുകൾ, ഡാർക്ക് നെറ്റുകളൊക്കെ ഇന്ന് സുലഭമായൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ഞാനതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുകയല്ല, പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ ഒരു സൊല്യൂഷൻ പാർട്ടെന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അധ്യാപകരും രക്ഷിതാക്കളും തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രിഫറൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ മാത്രം പറഞ്ഞു പോകുകയല്ല, എൻ്റെ കൂടെ ഡോക്ടർ ഷാഫി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന ഒരു രൂപത്തിലായിരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതൊരു ബുഖാരി നോളജ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങളും കൂടി പറയണം എന്ന് തോന്നുകയാണ്. അതിലൊന്നിതാണ് നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രവണത. ആ പ്രവണതയെ റീസെറ്റ് ചെയ്യണമോ എന്നുള്ളൊരു സംശയം കൂടി, ഒരു ആശങ്ക കൂടി ഞാനിവിടെ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. കാരണം നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയിലും മറ്റുമൊക്കെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചരിത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഇസ്ലാമിൻ്റെ ആത്മീയ ചരിത്രങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആത്മീയമായിട്ടുള്ള ഉന്നതിയിലേക്കും ധാർമ്മികമായിട്ടുള്ള ഉയർച്ചയിലേക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വരാൻ മാത്രം പാകപ്പെട്ട ഒരു മതവിദ്യാഭ്യാസ മേഖല അല്ല, മറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സ്കൂൾ പോലെയുള്ള മതവിദ്യാഭ്യാസ മേഖലയായിട്ട് മദ്രസ സംവിധാനങ്ങളും നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയും മാറിയിട്ടുണ്ടോ എന്ന ഒരു സംശയം അതുകൂടി ഞാനിവിടെ ഇട്ടുകൊണ്ട് എൻ്റെ അടുത്ത മെമ്പർക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ബുഖാരി നോളജ് ഫെസ്റ്റ്, ആദ്യം ഈ ഓർഗനൈസിങ് ഇത്ര മനോഹരമായ ഒരു ആംബിയൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പീസ് തോന്നുന്ന, സംസാരിക്കാൻ തോന്നുന്ന, ഒരിക്കലും ഒരു ഫോമലിൽ നിന്നൊരു ഇൻഫോർമൽ ടോക്കിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന, നമ്മൾ പോലും അറിയാതെ ഒരല്പനേരം ഇരിക്കാം എന്ന് തോന്നിപ്പോകുന്ന, മുമ്പിലിങ്ങനെ നിറകണ്ണുകളും ചെറുപുഞ്ചിരിയും കൈകൾ പുസ്തകങ്ങളും, നിങ്ങൾ പറയുന്നത് 100% കേൾക്കാനും അറിയാനും പറയാനും ആഗ്രഹമുണ്ട് എന്ന് തെളിയിക്കുന്ന ശരീരഭാഷയും, ഇതെല്ലാം നാം അറിയാതെ നിങ്ങളിലേക്ക് ആകർഷിച്ചു പോകുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന് ടോപ്പിക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, സെറ്റിംഗ് റോൾ മോഡൽ ഷേപ്പിംഗ് ട്രെൻഡ്സ്. ഇപ്പോൾ ഇവിടെ ഷേപ്പിംഗ് ട്രെൻഡ്, സെറ്റിംഗ് റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെപ്പോലെ ആവണം എന്നൊരു ചോദ്യം, നമ്മൾ എങ്ങനെ വളരണം എന്നൊരു ചോദ്യം,
നമ്മുടെ ഗോളുകൾ എന്തെല്ലാം ആവണമെന്നുള്ള ചോദ്യം, ഇങ്ങനെ ഒരു റോൾ മോഡൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രെൻഡ്സ് ഷേപ്പ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടാണ് ചിന്തകൾ പോകുന്നത് അല്ലേ? അപ്പോൾ ട്രെൻഡ് എന്ന് പറയുമ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കതിനെ വാട്ട് ഈസ് ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? രണ്ട് തരം ആളുകളാണുള്ളത് അല്ലേ? ഒന്ന് പ്രോ ആക്റ്റീവായ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോ ആക്റ്റീവ് അല്ലാത്ത ആളുകളുണ്ടായിരിക്കും. എല്ലാവിധ ട്രെൻഡുകളെ കുറിച്ചിട്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അഡോളസെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എന്താണ്, അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണ്? രണ്ടാമത്, അഡോളസെൻറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ വൈ ദ അഡോളസെൻറ്റ് അങ്ങനെ, എന്തുകൊണ്ടാണ് അഡോളസെൻറ്റ് അങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് റോൾ മോഡൽസ്, എന്തുകൊണ്ട് ഈ റോൾ മോഡലിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ വാങ്ങുന്നത് എന്ത് വാങ്ങണം, ഏത് ഷർട്ട് യൂസ് ചെയ്യണം, ഏത് പാൻറ് യൂസ് ചെയ്യണം, ഏത് മോഡൽ വേണം എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ഒരു പക്ഷേ ബ്രാൻഡുകളെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെക്സ്റ്റൈൽസ് തന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് അവിടെ സംസാരിക്കുന്നത്, ഇന്ന പടത്തിൽ DQൻ്റെ ഒരു ഷർട്ടില്ലേ അതുണ്ടോയെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഷർട്ടിൻ്റെ ബ്രാൻഡ് പോലും എന്തായി മാറി? ഒരു ഫിലിം സ്റ്റാറിൻ്റെ പേരിലേക്ക് കണക്റ്റായി മാറിയിരിക്കുന്നു. നമ്മുടെ സെലക്ഷൻ, നമ്മുടെ രീതികൾ, നിങ്ങൾ സൈക്കോളജിയിൽ കുറേ മുമ്പത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും എപ്പോഴും റെലവൻ്റ് ആയ ഒരു എക്സ്പെരിമെൻ്റാണ് ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് എന്ന് പറയും. ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കേട്ടതായിരിക്കും. ഈ ബോബോഡോൾ എക്സ്പെരിമെൻറ്റിൽ ചെയ്തത്, ഒരു റൂമിൻ്റെ പുറത്ത്, റൂമിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയെ എക്സ്പെരിമെൻ്റ് ആയിട്ട് കുട്ടിയെ വെച്ചു പുറത്ത്, റൂമിൻ്റെ ഉള്ളിൽ ഒരു ബോബോ ഡോൾ വെക്കുകയാണ്. ഒരാൾ വളരെ ദേഷ്യത്തോടു കൂടി, അയാൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ആ ബോബോ ഡോളിനെ ചെന്നിട്ട് ഇടിക്കുന്നുണ്ട്, ഭയങ്കര ഇടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന്. അതിങ്ങനെ എടുത്ത് ഇടിച്ച് ദേഷ്യമൊക്കെ അടിച്ച് തീർത്ത് ആ ഡോളിനെ തള്ളിയിട്ട് അതിൽ കയറിയിരുന്ന് ഒരു ഹാമർ എടുത്ത് അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഏരിയയിൽ. ഇതിങ്ങനെ ഒരു കുട്ടി കണ്ടുകൊണ്ടിരിക്കുക. ഈ കുട്ടിക്ക് ഇത് 1, 2, 3, 4 പ്രാവശ്യം ഇതേ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്തത്, ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നൊരു ടോയ് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ചെന്ന് തട്ടിപ്പറിച്ചിട്ട് ഒരാളങ്ങ് പോയി. ഇപ്പോൾ ഈ കുട്ടിയാകെ ഫ്രസ്ട്രേറ്റഡായി. ആ കുട്ടിയുടെ റൂമിലും ഒരു ഡോൾ ഉണ്ടായിരുന്നു, ഇതേ ബോബോ ഡോൾ. കുറച്ച് ഫ്രസ്ട്രേഷൻ വന്ന സമയത്ത് കുട്ടി ചെയ്തത് സെയിം കണ്ടീഷൻ ഹി ട്രൈ ടു ഇമിറ്റേറ്റ്. ഓക്കെ, അദ്ദേഹം അവിടുന്ന് എണീറ്റുന്നു, ആ ബോളിന് കുറേ ഹിറ്റ് ചെയ്തു, കുറേ അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻസ് കംപ്ലീറ്റ് തീർന്നതിന് ശേഷമാണ് സി വാട്ട് ഹാപ്പൻ. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെയായിരുന്നു. എന്താണോ നിങ്ങൾ റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഉള്ളിൽ ആ ഒരു ബിഹേവിയർ ഫോം ചെയ്യും. അപ്പോൾ ട്രെൻഡുമായി നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ട്രെൻഡും ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രെയിനിങ് സെഷൻ ചെന്നപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ്, ലാസ്റ്റ് നമ്മൾ റിവ്യൂ എടുക്കുമല്ലോ. അപ്പോൾ 3 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പർ പറഞ്ഞു, സർ സോ ബ്യൂട്ടിഫുൾ. അത് പറഞ്ഞു കഴിഞ്ഞ ഓൺ ദ സ്പോട്ട് അടുത്ത കുട്ടികൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പറ, സോ എലഗൻ. അടുത്ത കുട്ടികൾ എന്ത് പറയും? ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഓരോ വീക്കിലും ഓരോ ഡയലോഗാണ് ഇപ്പോൾ ട്രെൻഡ്. സി അല്ലേ? ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് കൺസൾട്ടേഷന് വന്ന ഒരു ആൺകുട്ടി, അദ്ദേഹം വളരെ ഇങ്ങനെ ഇളകിക്കൊണ്ടാണ് നിൽക്കുന്നില്ല, ഇങ്ങനെ ഇളകിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ മോനെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സർ എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എന്താ മോനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഞാനിങ്ങനെ നാച്ചുറൽ ഹെർബൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, സോ അത് ലൈഫ് മൊത്തം സീനാണ് സർ. ഇനി അത് ഞാനൊരു, അപ്പോൾ എന്താ അങ്ങനെ തോന്നാൻ കാരണം? അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവുമെന്ന് എൻ്റെ ക്രഷ് എന്നോട് പറഞ്ഞു. സോ എൻ്റെ ലൈഫൊന്ന് ഇതാക്കി എൻ്റെ ഡാർക്ക് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു. എന്തേയും നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പം
വല്യപ്പാനോടൊക്കെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവരെന്താ മനസ്സിലാക്കുക? മലയാളത്തിൽ ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. സീൻ ഡാർക്ക് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ആകെ കൈവിട്ട് പോവാണ്. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു പുതിയ അഫെയർ ജനറേറ്റ് ചെയ്തു. അതിൽ നിന്നാണ് അയാൾ ആ ഒരു റോൾ മോഡൽ, അവിടെ നിന്നാണ് അയാളുടെ ബിഹേവിയർ ഷേപ്പിങ്ങിലേക്ക് പോകുന്നത്. സോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ എന്ത് റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ അല്ലേ? കാരണം ബിഫോർ കൊറോണൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇമ്പാക്റ്റും എനിക്ക് ആ ഒരു ഡ്യൂറിങ് ദ ടൈം കംപ്ലീറ്റ് ഓൺലൈനിലേക്ക് പോയപ്പോൾ എന്ത് മാറി? ട്രെൻഡ്സ് മാറി, നമ്മുടെ രീതികൾ മാറി, നമ്മുടെ ബിഹേവിയർ മാറി. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് പോയി. എല്ലാം കണക്റ്റഡ് ആണ്, ഇൻ്റർ റിലേറ്റഡ് ആണ്. സോ നമുക്കിവിടെ കുറച്ച് നേരം ചർച്ച ചെയ്യാം, എങ്ങനെ റോൾ മോഡൽസിനെ നമുക്ക് സെറ്റ് ചെയ്യാം, എന്നാണ് ഇതിൽ ഇവരുടെ തോട്ട് പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കാം, എങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഉപദേശം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു ഡയലോഗാണെന്ത്? ആം ഐ റൈറ്റ് അല്ലേ? ഉപദേശം ആർക്കും ഇഷ്ടമില്ല. സോ ഹൗ വി ക്യാൻ ചേഞ്ച് ഹൗ വി ക്യാൻ മോഡിഫൈ ദ ബിഹേവിയർ. ഓക്കെ, അല്പസമയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അറിവ് നമുക്കും നേടിയെടുക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഖാദർ സാർ ഇവരൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, സോ ഏതായാലും വളരെ മനോഹരമായ സദസ്സും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും വളരെയധികം സന്തോഷം. സെക്കൻഡ് താങ്ക് യു. താങ്ക് യു സാർ. നമ്മളൊരു കുറച്ചൊരു ഇൻട്രാക്റ്റീവ് മോഡിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ് സാർ പറഞ്ഞതിന് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, ഈ എന്തുകൊണ്ടാണ് റോൾ മോഡൽസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഇത് ട്രെൻഡ് ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ളൊരു അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് പോസ്റ്റ് പാൻഡമിക് ആയിട്ടുള്ള ഈ ഹെഡോണിസം എന്ന് പറയുന്നത് പൊതുവെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടേമാണ്. നമ്മൾ ഈ സന്തോഷത്തെ ഹെഡോണിസ്റ്റിക് ആണ്, ബൈ നേച്ചർ ഹ്യൂമൻ ബീങ് ഹെഡോണിസ്റ്റിക് ആണ്. അതായത് മോശമായതിനെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതിനെ ഒഴിവാക്കുകയും സന്തോഷത്തെ തേടുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രകൃതിയിലുള്ള ഒരു നിയമം നമ്മുടെ ഉള്ളിലുണ്ട്. വി ആർ ഹെഡോണിസ്റ്റിക് ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ പോസ്റ്റ് പാൻഡമിക് ഹെഡോണിസത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് എൻ്റെ സുഖം മാത്രം, മെറ്റീരിയലിസ്റ്റിക്കിൽ നിന്നും ഡീപ്പായിട്ട് എൻ്റെ സുഖം മാത്രം, എൻ്റെ ക്ഷേമം മാത്രം, എൻ്റെ ആനന്ദം മാത്രം എന്ന രീതിയിലേക്ക് ഒരു യാത്ര നമ്മളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ അഡോളസെൻറ്റിൻ്റെ ഇടയിൽ നന്നായി കാണുന്നുണ്ട്. അവിടെയാണ് ബാക്കിയുള്ളവർ അപ്രസക്തമാകുന്നത്. എൻ്റെ സുഖമാണ്, എനിക്കിഷ്ടം. അവിടെ നമ്മൾ കുറേ വാക്കുകൾ അതിനനുസരിച്ച് പൊങ്ങി വരും. നമ്മൾ ഈ ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ചിട്ട് ഈ മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ റൈറ്റ്, ഈ പറയുന്നതൊക്കെ വരുന്നത് എൻ്റെ സുഖമാണ്, ഞാൻ തീരുമാനിക്കണ്ടേ. അപ്പോൾ എൻ്റെ ശരീരം എങ്ങനെ ആവണം എന്നുള്ളിടത്ത് എൻ്റെ തീരുമാനമാണ് പ്രസക്തമാകുന്നത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പിയേഴ്സിങ് ഇഷ്ടമാണ്. ചെവിയുടെ അവിടെ ഇവിടെയൊക്കെ കുത്തി ഏകദേശം തീരുമാനമായി. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ കുത്തി തുടങ്ങി. മൂക്ക് അങ്ങനെ കുത്തുന്നതിൽ പിയേഴ്സിങ്ങിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ കൂടി വരുന്നു. ടാറ്റുവിങ്, യഥാർത്ഥത്തിൽ അതൊരു പെയിൻ ഉണ്ട്, വേദന ഉണ്ടാക്കുന്നൊരു സാധനം. ടാറ്റുവിങ് അടയാളപ്പെടുത്താൻ വേണ്ടി, ടാറ്റു കുത്താൻ വേണ്ടിയിട്ട് പാർലറുകൾ വ്യാപകമാകുന്നു, ആളുകളുടെ ഇടയിൽ ട്രെൻഡായിട്ട് വരുന്നു. നേരത്തെ അതിനനുസരിച്ച് കോർപ്പറേറ്റ് വേൾഡ് അടക്കം മാറുന്നു കേട്ടോ. നേരത്തെ ടാറ്റു ചെയ്ത ആളുകൾക്ക് ജോലി നിഷേധിക്കുന്ന എയർലൈൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ലോകത്തെ ഏറ്റവും നല്ല എയർലൈൻസുകളിൽ ടാറ്റു ചെയ്ത ആളുകളെ ജോലിക്ക് എടുക്കില്ലായിരുന്നു. ഒരാഴ്ച മുമ്പ് ഖത്തർ എയർവേസ് അവരെ പോളിസി മാറ്റി, ടാറ്റു ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നേരത്തെ ആളുകൾ നമ്മുടെ അടുത്തൊക്കെ ടാറ്റുവിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുള്ളത് പോലീസ് പോകണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോഴ്സിൽ പോകണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് ബുദ്ധിമുട്ടാകും എന്നൊരു ടൂള് നമ്മൾ കുട്ടികൾക്ക് ഇതിൽ ഉപയോഗിക്കുകയായിരുന്നു. ഇന്നത് നിഷ്ക്രിയമായിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ടാറ്റു ഈസ് ഫൈൻ എന്ന രീതിയിൽ ബോഡി പിയേഴ്സിങ് ടാറ്റുവിങ് പോലെ ബോഡി മസിൽ മാൻ ആവുക, അങ്ങനെ ഇതില്ലേ കട്ടായിട്ട് നിൽക്കുന്ന ആ രീതിയിൽ ഷർട്ടിൻ്റെ ബട്ടണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ബിൽഡായിട്ട് നടക്കുന്നത്, ഈ രീതിയിലുള്ള എല്ലാ എക്സിബിഷനിസം, ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് വരുന്നു. അതേപോലെ ഒന്ന് ഈ പോസ്റ്റ് പാൻഡമിക് ഹെഡോണിസം വരുന്നു. പിന്നൊന്ന് ആളുകൾ, ഈ സാമ്പത്തികമായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും മോഡലുകളായിട്ട് മാറുക. നേരത്തെ സക്സസ്ഫുള്ളായ ആളുകളെ മോഡലാക്കും. അവർ ധരിച്ചിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവായിട്ടുള്ള ഡ്രസ്സായിരിക്കും, സൂട്ടായിരിക്കും, ടൈ, ഷൂ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ മോഡൽ എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആവണം എന്ന രീതിയിൽ വരുന്നത്. നിലവിൽ അവരുടെ റോൾ മോഡൽസായി ഫിനാൻഷ്യലി സക്സസ്ഫുള്ളായി നിൽക്കുന്ന ആളുകൾ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സുമാണ്. ലോകത്ത് പാൻഡ്യു പോലെയുള്ള ഏറ്റവും ലീഡ് ചെയ്യുന്ന വ്ളോഗേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 260 മില്യൺ 300 മില്യൺ ഒക്കെ ആനുവൽ റവന്യൂ ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഏറ്റവും ടോപ്പായിട്ടുള്ള എക്സിക്യൂട്ടീവിന് കിട്ടുന്ന സാലറിയേക്കാളും എത്രയോ കൂടുതലാണ്. 20 വയസ്സിലും 21 വയസ്സിലും ഈ ഒരു എമൗണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, സാലറി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, സ്വാഭാവികമായും അയാൾ മോഡലായി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു.
ആ മോഡൽ റോൾ മോഡലായി ഉള്ളിൽ കയറുകയും അയാൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി ഉണ്ടാകുന്നു. പിന്നെ ഒന്ന് നടക്കുന്നത് ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഒരു വേരിയേഷനാണ്. ഡോപ്പമിൻ ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളെ ചില ഡ്രസ്സുകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സന്തോഷത്തെ കൊണ്ടെത്തിക്കും. നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും, നമുക്കൊരു കുറച്ചൊരു ഡോപ്പമിൻ പമ്പ് ഉണ്ടാകും. ആ ഡോപ്പമിൻ നമ്മളെ ഉള്ളിലേക്ക് വരികയും നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യാനും സംസാരിക്കാനും ആളുകളുടെ ഇടയിൽ ഇടപഴകാനൊക്കെ സാധ്യമാവും. നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യലി അത് കുറച്ച് എക്സിക്യൂട്ടീവ് കൈൻഡ് ഓഫ് ഡ്രസ്സിങ് ആയിരുന്നു ഡോപ്പമിൻ നൽകിയിരുന്നതെങ്കിൽ ഇന്ന് ടീനേജിൻ്റെ ഇടയിൽ അത് ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഡ്രസ്സിങ്ങിൽ വന്ന വേറൊരു മാറ്റമാണത്. നേരത്തെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, നിലവിൽ അതില്ലാണ്ടാവുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജീൻസ് കോമൺ ആണ്. യൂണിസെക്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വരുന്നു. ടീഷർട്ട് ആയാലും ജീൻസ് ആയാലും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നു. ഷർട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു. ഷൂസ് സമാനമായ മോഡലുകൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡ്രസ്സുകൾ, ഈ പറയുന്ന റോൾ മോഡൽസ്, ഇവരുടെ മണി മേക്കിംഗ് കപ്പാസിറ്റി, ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഇതാണ് ട്രെൻഡ് എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്. ഇതിൻ്റെ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റാണ് നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ച ഈ ഇൻസ്റ്റ ഉൾപ്പെടെയുള്ള സ്നാപ്ചാറ്റ് ഉൾപ്പെടെയുള്ള പുതിയ മീഡിയകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്സ്, അത് നൽകുന്ന ഷെയർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ട്രെൻഡ് ആരാണ്, ഇന്നത്തെ വൈബ് എങ്ങനെയാണ്, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ വളരെ രസമാണ്. സാർ അതിനെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു കുട്ടി ഇങ്ങനെ മോട്ടിവേഷൻ കൂടിയിട്ട് കുറച്ച് കയ്യിൽ നിന്ന് പോയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം പറഞ്ഞു വായിക്കണം, APJ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യും, മഹാത്മാഗാന്ധിയുടെ പുസ്തകമൊക്കെ ഭയങ്കര വൈബല്ലേ? പിന്നെ മൈ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ ഭയങ്കര വൈബുള്ള പുസ്തകങ്ങളല്ലേ സാറേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത് വായിച്ച് ഉറങ്ങാതെ വായിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, വായിച്ചവരുണ്ടെങ്കിൽ തന്നെ അത്ഭുതപ്പെടണം. ഇനി അത് ഉറങ്ങാതെ വായിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അത് മഹാത്ഭുതമാണ്. കാരണം അത്രയും ബോറാണ് അതിൻ്റെ ഭാഷ. ഇനി എന്നെ ദേശദ്രോഹിയാക്കും എന്നുള്ളതല്ല, ആ ഭാഷ ഭയങ്കര കടിയട്ടയാണ്. ആ ഭാഷയിൽ മലയാളത്തിൽ ഇംഗ്ലീഷൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഭയങ്കര വൈബായി നിൽക്കുന്ന ഒരു ലാംഗ്വേജും ഒരു ഫ്ലോ ഒക്കെ നമ്മുടെ ശരീരഭാഷയിലും നമുക്കത് എല്ലായിടത്തും കാണാം. ശരീരത്തിലുണ്ട്, സംസാരത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റീസൺ. കൗണ്ടർ ചെയ്യാൻ പറ്റാൻ പ്രോബബ്ലി ഞാൻ അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന രീതിയിൽ പറയാം. നമ്മളെപ്പോഴും പോവുക നമുക്ക് നല്ലത് എന്ന് തോന്നുന്നിടത്താണ്. ഇതാണ് ബെസ്റ്റ്, ഇതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ഇതിലെനിക്ക് വാല്യൂ ഉണ്ട് എന്നിടത്തേക്ക് നമുക്കൊരാളെ കൊണ്ടെത്തിക്കാൻ പറ്റിയാൽ ദെൻ ഹീ വിൽ ഫോളോ ഇറ്റ്. അത് ഉള്ളിൽ നിന്ന് വന്നോളും, അതിനെ ഫോളോ ചെയ്യാൻ. അവിടെയാണ് ശരിക്കും സാർ ഖദർ സാർ പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി പോകേണ്ടത്. നമ്മുടെ മതവിദ്യാഭ്യാസ രീതികൾ, നമ്മൾ കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ എത്രത്തോളം ഐഡിയലാണ്, എനിക്കങ്ങനെ ആവണം, അതെൻ്റെ മോഡലാണ്, എൻ്റെ ഇഷ്ടം അതാണ്, എൻ്റെ ഡ്രീം അതാണ് എന്ന രീതിയിൽ അതിനുള്ളിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് കൊണ്ടെത്തിക്കാനുള്ള എന്ത് ചിത്രങ്ങളായിരിക്കണം നമ്മൾ വരഞ്ഞു വെക്കേണ്ടത്, എന്ത് നിർമ്മിതിയായിരിക്കണം നമ്മൾ പണിതുണ്ടാക്കേണ്ടത്. ഈ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും താഴേക്കിടയിൽ നിന്നിട്ട് ഇനി ടീനേജിനെ ഇപ്പോൾ പോയി ഫിക്സ് ചെയ്യുക എന്നുള്ളതിനേക്കാളും എത്രയോ എളുപ്പമാണ് 5 വയസ്സുള്ള കുട്ടിയെ ഇപ്പോൾ ശരിയാക്കിയിട്ട് 7 വർഷം കൊണ്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളത്. കാരണം ഈ കുട്ടിയാണ് 7 വർഷം കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ടല്ലോ. 5 വയസ്സുള്ള കുട്ടി ടീനേജിലെത്താൻ എന്താ ചെയ്യേണ്ടത്? 7 വർഷം സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്താൽ മാത്രം മതി. അതോടുകൂടി ആ ഏജിലേക്ക് മാറുകയാണ്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ആ ഒരു നിർമ്മിതികൾ ഉണ്ടാക്കുക. അങ്ങനെയാണ് സാർ എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഖദർ സാറിനെ കുറച്ചും കൂടി കമൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റവും റൂട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക? എന്താണ് സാറിൻ്റെ അതിലുള്ള? ഇതിൽ നേരത്തെ ഒരു പ്ലഷർ സീക്കിംഗ് അനിമൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞു. പ്ലഷർ സീക്കിംഗ് അനിമലാണ് മനുഷ്യൻ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുനെസ്കോ അതിൻ്റെ എഡ്യൂക്കേഷൻ്റെ 4 പില്ലാർസ് എന്ന് പറഞ്ഞിട്ട് 4 തൂണുകൾ, വിദ്യാഭ്യാസത്തിൻ്റെ 4 തൂണുകൾ യുനെസ്കോ നിർവചിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ NEP, NCF, KCF ഈ സാധനങ്ങളൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാനൊരു അധ്യാപകൻ എന്നുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അതിൽ പറയുന്നത് 1 ലേൺ ടു നോ, അറിയാൻ പഠിക്കുക. 2 ലേൺ ടു ഡു, ചെയ്യാൻ പഠിക്കുക. 3 ലേൺ ടു ബി, ആവാൻ പഠിക്കുക. 4 ലേൺ ടു ലിവ് വിത്ത്, ഒന്നിച്ച് ജീവിക്കാൻ പഠിക്കുക. ഇതാണ് 4 തൂണുകളെന്ന് പറയുന്നത്. നമ്മളിനി എന്ത് സിലബസും കരിക്കുലും ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഈ 4 ഹെഡിങ്ങിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും. ഞാനിതിൽ
അവസാനത്തെ രണ്ടെണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. ലേൺ ടു ബി ആൻഡ് ലേൺ ടു ലിവ് വിത്ത്. അതിൽ തന്നെ ലേൺ ടു ബി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്താവണം എന്നുള്ളൊരു ചിന്ത. എന്താ അതൊരു പിന്നെ ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ഈവൻ IAS ഓഫീസർ ആവണം എന്ന് പറയുന്നത് പോലും അല്ല കേട്ടോ. അതിൻ്റെ യഥാർത്ഥ താല്പര്യം അതല്ല. അതൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കുക എന്നുള്ളതൊന്നും അല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരേണ്ടുന്ന ഒരു സാധനമാണ് ലേൺ ടു ബി എന്ന് പറയുന്നത്. അതൊരു വല്ലാത്തൊരു കോൺസെപ്റ്റാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ IIM കോഴിക്കോടിൻ്റെ ഒരു പുതിയ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ത്യനൈസേഷൻ ഓഫ് മാനേജിങ് ഗ്ലോബൽ മാനേജീരിയൽ തോട്ട്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഇന്നത്തെ അവിടുത്തെ ഒരു ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി, അദ്ദേഹമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ. അതിന് മഹാഭാരതവുമായിട്ടും അതുപോലെ തന്നെ ഭഗവത്ഗീതയൊക്കെ ആയിട്ട് ഒരുപാട് തരത്തിലുള്ള കണക്ഷൻസൊക്കെ അവർ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ലേൺ ടു ബി എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റുമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേവാ കോളേജുകളും മറ്റുമൊക്കെ യഥാർത്ഥത്തിൽ ഈ ലേൺ ടു ബി എന്ന് പറയുന്ന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാനിതിനെ ഒന്നുകൂടി കണക്ട് ചെയ്യുകയാണ്. ഈ നേരത്തെ ഇവിടെ പറഞ്ഞു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആരെ മാതൃകയാക്കണം, ആരെ മാതൃകയാണ് എംബോഡിമെൻ്റ് ഓഫ് എ ആക്സെപ്റ്റഡ് ഒരു ജെന്യൂൻ പ്രാക്ടീസ്. ഒരു ജെന്യൂൻ പ്രാക്ടീസിൻ്റെ എംബോഡിമെൻ്റ് എവിടെയാണുള്ളത്? നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കോളേജിൽ അങ്ങനെ ഒരു എംബോഡിമെൻ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ആളുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? നേരത്തെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ചില കോളേജുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും അവരെ പോലെയാണ് ആവുക, അദ്ദേഹത്തെ പോലെ ആവുന്നതിന് വേണ്ടി. അതുകൊണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തെ ജീവിതത്തിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞത് അസ്ഹാബിക നുജൂം, അവർ ജസ്റ്റ് ലൈക്ക് സ്റ്റാർസ്, അവർ നക്ഷത്ര തുല്യരാണെന്നാണ് പറഞ്ഞത്. ഈ നക്ഷത്ര തുല്യരായിട്ട് ഹിജാസിൻ്റെ കടൽ തീരത്ത് ഞണ്ടുകൾ മാത്രം പിടിക്കാൻ പഠിച്ചിരുന്ന തീരെ അൺസിവിലൈസ്ഡ് അൺകൾച്ചേർഡ് ആയിട്ടുള്ളൊരു ടീമിനെ നക്ഷത്ര തുല്യരാണെന്ന് പറയാൻ മാത്രമുള്ള തലത്തിലേക്ക് ഉയർത്തിയത് അത് എംബോഡിമെൻ്റാണ്. അവിടെ ഒരു എംബോഡിമെൻ്റ് നിലവിലുണ്ട്. അപ്പം എന്ത് ചെയ്താൽ മതി? അവർക്കത് കണ്ട് ആസ്വദിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി. അങ്ങനൊരു എംബോഡിമെൻറ്റിൻ്റെ അഭാവം, എംബോഡിമെൻ്റ് ഓഫ് എ ജെന്യൂൻ പ്രാക്ടീസിൻ്റെ അഭാവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഈവൻ ഞാൻ ഒരു സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് പറയാണ്, നമ്മുടെ ദേവാ കോളേജുകളിൽ പോലും ഒരു പക്ഷേ പിന്നെ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് ഇത്തരം ആളുകളല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പലതരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില പിന്നെ ഫോഴ്സസൊക്കെ ഇത്തരം മതകീയ കേന്ദ്രങ്ങളിൽ പോലും ട്രെൻഡ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പം തൊട്ടടുത്ത് പിന്നെ എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ്സുകാരനാണ് മൊബൈൽ ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വളരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക രംഗത്തൊക്കെ ഉള്ളൊരു ആളെന്നുള്ള നിലക്ക് നമുക്കൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണത്. യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഈ ചെറിയ പ്രായത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ ഡിനയൽ എക്സ്പീരിയൻസ് അഥവാ നിഷേധത്തിൻ്റേതായ അനുഭവങ്ങളില്ല. ഡിനയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബോധപൂർവം കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു സാധനമാണ്. ഡിനയൽ എക്സ്പീരിയൻസ് വരുന്നില്ല. ഈ ഡിനയൽ എക്സ്പീരിയൻസ് വരുന്നത് എപ്പോഴാണ്? ഓർമ്മ വെച്ചപ്പോഴൊന്നുമില്ല. കാരണം ഒരു മിഠായി ചോദിച്ചപ്പോൾ ഒരു പാക്കറ്റ് മിഠായിയാണ് കിട്ടിയത്, ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്തു എന്നൊക്കെ പറയുന്നില്ലേ. ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, പാമ്പറിങ്ങിലൂടെ ഇങ്ങനെ വളർന്നു വന്ന് അത്യാവശ്യം ഒരു തലവെച്ച കാലം അതല്ലെങ്കിൽ ചിന്താശേഷിയുള്ള സമയത്ത് നമ്മളൊരു കാര്യം നിഷേധിക്കുമ്പോൾ അവർ റെബല്ലിയസ് ആയിട്ട് മാറുന്നു. ഈ റെബല്ലിയസ് മൈൻഡ് സെറ്റിലേക്ക് ഒരു തലത്തിൽ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കുന്നത് ആരാണ്? പാരൻസാണ്. കാരണം നേരത്തെ ഡിനയൽ എക്സ്പീരിയൻസ് ഒന്നും കുട്ടികൾക്കില്ല. ചെറിയ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ ഡിനയൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു പെട്ടെന്നുള്ള ഘട്ടത്തിൽ ഞാനത് തരില്ല, നിനക്കത് പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി അവരെന്ത് ചെയ്യുന്നു? റെബല്ലിയസ് മൈൻഡ് സെറ്റിലേക്ക് വരുന്നു. അത് ഒരു പക്ഷേ അവർക്കറിയില്ല, ഇങ്ങനെ കയറൊക്കെ ഇട്ട് കുരുക്കിയാൽ ഈ ജീവിതം അവസാനിക്കുമെന്നൊന്നും ഒരു പക്ഷേ ഈ കുട്ടിക്ക് അറിയത്തില്ലായിരിക്കും. അങ്ങനെ അവനെന്ത് ചെയ്യുന്നു? ഒരു പക്ഷേ പിന്നെ ഉമ്മയെ പേടിപ്പിക്കാനോ ബാപ്പയെ പേടിപ്പിക്കാനൊക്കെയാണ് ചെയ്യുന്നത്. അത് അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിലേക്കുള്ളൊരു ആലോചന വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ പിന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ എന്താ പറയുക, ഇത്തരം ട്രെൻഡുകളെ സെറ്റ് ചെയ്യുന്ന ഒരു റോൾ മോഡൽ, ഒരു എംബോഡിമെൻറ്റ്, ആ എംബോഡിമെൻറ്റ് കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ കോളേജിൽ, നമ്മുടെ സ്കൂളിൽ
നമ്മുടെ മദ്രസയിൽ അതിൻ്റെയൊക്കെ അഭാവം ഇന്ന് കണ്ടുവരുമ്പോൾ അവിടെ താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ ആരോ കയറിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെ മറ്റു പലരും കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം ആളുകളെ പിന്നെ കോപ്പി ചെയ്യാനും അവർ ഇമിറ്റേറ്റ് ചെയ്യാനും അവരാണ് നമ്മുടെ ആളുകൾ എന്ന് പറയാനും ഇവിടെ ആളുകൾ വരുന്നു. അത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എംബോഡിമെൻറ്റ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വളരെ വലിയൊരു ആലോചനയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത്. കുറച്ചും കൂടിയ വിഷയങ്ങളിലേക്കുള്ള, അതായത് നമ്മുടെ മുമ്പിൽ സൊല്യൂഷൻസ് ഉണ്ട്, ബേസിക് റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, സൊല്യൂഷൻസ് ഡിഫൈൻ ചെയ്യുന്നു, സൊല്യൂഷൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകൾ നമ്മളിൽ ഉണ്ടാവണം. ഇൻട്രാക്ഷൻസിലേക്ക് പോകാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉയർത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ സംഘാടകർ തരും. സാധാരണയിൽ എല്ലാവരും പറഞ്ഞു വരുന്നൊരു പോയിൻ്റാണ്, ഓരോ വ്യക്തികളും ഓരോ ടൈപ്പാണെന്ന്. 1,00,000 ആളുണ്ടെങ്കിൽ ആ 1,00,000 പേരും ഓരോ ടൈപ്പാണ്. വ്യത്യസ്ത ടൈപ്പ് ഓഫ് സ്റ്റൈല് അല്ലെങ്കിൽ വ്യത്യസ്ത ആ ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനാണ് അവർ നടത്തുന്നത്. ഏതൊരു വിഷയമാണെങ്കിലും ശരി. ഇവിടെ തന്നെ 3 ആൾ 3 ടൈപ്പിലാണ് അവരുടെ പ്രസൻറ്റേഷൻ വന്നത്. അപ്പോൾ പിന്നെ ഇപ്പറഞ്ഞ ഇതിനെന്താണ് ചാൻസ്, അതായത് റോൾ മോഡൽ എന്നതിന് പിന്നെ ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു റോൾ മോഡൽ ഉണ്ടോ? കാരണം എല്ലാവരും വ്യത്യസ്ത ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനാണ് ഏതൊരു വിഷയത്തിലും നടത്തുന്നത്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യനാണ്. നാച്ചുർ നെർച്ചർ ഡിസ്കഷൻ. ഒരു കുട്ടി അയാളുടെ സ്വഭാവ വിശേഷങ്ങൾ ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കോഡിൻ്റെ അടിസ്ഥാനത്തിലാണോ പുറത്തേക്ക് എടുക്കുന്നത്, അതല്ല അയാളുടെ ചുറ്റുപാടിൽ നിന്ന് അയാൾ സ്വാംശീകരിക്കുന്ന ഗുണങ്ങളിൽ നിന്നാണോ അയാളുടെ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചർച്ച. ഒരു കോഴിയാണോ മുട്ടയാണോ എന്നുള്ള ആ ഒരു ചർച്ച ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ചർച്ചയായി തുടക്കം മുതലേ സൈക്കോളജിയിൽ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നെർച്ചർ എന്ന രീതിയിലാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പം നമ്മുടെ മൂക്ക്, നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ തൊലിയൊക്കെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജീനുകളുടെ സാന്നിധ്യം കൊണ്ടാണ്. കാരണം ആ കോഡ് നമ്മുടെ എക്സ്ക്ലൂസീവായ ഒരു കോഡായതുകൊണ്ട് നമ്മുടെ എല്ലാ ഐഡൻറ്റിറ്റിയും വ്യത്യസ്തമായി വരുന്നു. അപ്പോൾ അതിന് ചില ഫാക്ടേഴ്സ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നു, കുറച്ച് ഫാക്ടേഴ്സ് അമ്മൻ്റെ അടുത്ത് നിന്ന്, കുറച്ച് വലിയമ്മൻ്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം നമ്മൾ പുറത്ത് വരുന്നു. അത് നമ്മുടെ നാച്ചുറായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. ആ നാച്ചുറാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇതിലാണ് നമ്മൾ എല്ലാവരും വ്യത്യസ്തരാകുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ എത്ര വ്യത്യസ്തരായാലും ഒരു പ്രധാന ഭാഗം നമ്മുടെ വളർച്ചയിൽ നിന്ന്, നമ്മുടെ പെരുമാറ്റത്തിലൊരു പ്രധാന ഭാഗം നെർച്ചർ നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന്, നമ്മുടെ അയൽവക്കങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഭാഷയുണ്ട്. ഉദാഹരണത്തിന് പറയാം, ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രായത്തിൽ കഴിയുമ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ട് നടക്കും. അതിനെ നടക്കാൻ പഠിപ്പിക്കണമെന്നില്ല. പക്ഷെ അതേ സമയത്ത് ഒരു കുട്ടി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഭാഷ ആ ചുറ്റുവട്ടത്തു നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് ചുറ്റുവട്ടത്തു നിന്ന് പഠിച്ച ഭാഷ കുട്ടി സംസാരിക്കാനുള്ള കഴിവ് നമ്മളിലുണ്ട്, പക്ഷെ ഭാഷ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ആ രീതിയിൽ നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണോ ആ ചുറ്റുപാടിൽ നിന്നുള്ള ഇൻപുട്സ് നമ്മുടെ പെരുമാറ്റത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അതൊരു ഹ്യൂമനിസ്റ്റിക്കാണ്, മനുഷ്യനിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പഴയ ചൊല്ലില്ലേ, ചന്ദനം ചാരിയാൽ അത് മണക്കുമെന്ന് പറയുന്നത് നമ്മൾ എവിടെ ചാരുന്നു എന്നുള്ളതാണ്. ഈ ചാരാനുള്ള പ്രതലങ്ങൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് നേരത്തെ ഖാദർ സാർ പറഞ്ഞ എംബോഡിമെൻറ്റ് കൊണ്ടുണ്ടാവേണ്ടത്. ചാരാൻ നല്ല പ്രതലങ്ങൾ സൃഷ്ടിച്ച് വെക്കുക. അതിലവർ ചാരട്ടെ. ആ ചാരി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതലത്തിൻ്റെ മണങ്ങൾ അവരിലുണ്ടാവും. ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേരെന്തേനു? അബ്ദുൾ റസാഖ്. നല്ല മനോഹരമായൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഈ റോൾ മോഡൽ എന്ന് പറയുന്നുണ്ട്. 100% ഇപ്പം അങ്ങനെ ഒരാൾ റോൾ മോഡലാക്കാൻ നമുക്ക് കഴിയുമോ അല്ലേ എന്നൊരു ചോദ്യമാണ്. നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പെരുമാറ്റ രീതികളെയാണ്. ഇത് ഗുഡ്, ഇത് ബാഡ് എന്ന് പറയുന്നത് ആ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു ഓരോ കോണ്ടെക്സ്റ്റിലും എന്നുള്ളതിലാണ്. ആം ഐ റൈറ്റ് അല്ലേ? ശരിയാണ്. അപ്പോൾ നമ്മൾ റോൾ മോഡൽ എന്ന് പറയുമ്പം ചില വിഷയത്തിൽ ചില ആളുകളെ, ചില വിഷയത്തിൽ ചില തരീക്കത്തെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും അല്ലേ? നമ്മളെല്ലാ കാര്യത്തിലും കൂടിയും അത് ഫോളോ നമ്മൾ ചെയ്യില്ല. ചില വിഷയങ്ങളിൽ ചില രീതികൾ നമ്മൾ ഫോളോ ചെയ്യും. ആ രീതികൾ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സാർ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, നമുക്കൊരു പിക്ചർ, ഇന്ന രീതി അതിൽ നമ്മൾ ഓരോ ആളുകൾ നമ്മൾ ഓരോ രീതിയിൽ ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഇതും കൂടി ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ
നമ്മുടെ ഈ തോട്ട് പ്രോസസ്സിങ്ങിൽ നമ്മളെങ്ങനെ ചിന്തിക്കണം, നമ്മളെങ്ങനെ പ്രവർത്തിക്കണം, നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം, ഏത് ട്രെൻഡിൻ്റെ കൂടെ പോകണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനം എടുപ്പിക്കുന്നത് നമ്മുടെ തോട്ടാണ്, നമ്മുടെ ചിന്തകളാണ്. ഈ ചിന്തകളിൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്സും ഈ ഫീലിങ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ആക്ഷൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു അല്ലേ, ഹാപ്പിനെസ്സിൻ്റെ മാനദണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹാപ്പിനെസ് മാനദണ്ഡം മാറുമ്പോൾ എൻ്റെ തോട്ടിൽ എന്ത് വരുന്നു, ആ തോട്ടിനനുസരിച്ച് എനിക്കുണ്ടാകുന്ന ഫീലിംഗ്, എൻ്റെ ആക്ഷൻസ്. അപ്പോൾ ചേഞ്ച് എവിടെ വരുത്തണം? തോട്ടിൽ വരുത്തണം. കാരണം അവിടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യണം. നിങ്ങളിനി ഫർദർ ഇങ്ങനെ റെഫർ ചെയ്തോളൂ കേട്ടോ, അതിന് വേണ്ട പറയുകയാണ്. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. കുറേ തരത്തിലുള്ള ഡിസ്റ്റോർഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ട്രെൻഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്ന അവൻ്റെ തോട്ടിൽ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് റോൾ മോഡൽ എന്ന് പറയുമ്പം ഒരു തിയറിയും കൂടി ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പ്രയാസമില്ല, ഒരു മിനിറ്റ് കൂടി പറയാം. ഒരു മനുഷ്യന് ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഈ പറയുന്ന ഞാൻ ഇപ്പോൾ ഒരാൾ തിയറിയാണ് പറയാൻ പോകുന്നത്, അതാണ് ശരി എന്ന് എനിക്ക് വാദമില്ല. അത് പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി. ഓക്കെ, കോൾബർഗ് എന്ന് പറയുന്ന ഒരാൾ ഹെൻസ് ഡിലമ എന്ന് പറയുന്ന ഒരു കഥ പറയുന്നുണ്ട്, ഹെൻസ് ഡിലമ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ല, ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്ത് ഒരു മെഡിസിൻ വേണം. ആ മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ മെഡിക്കൽ ഷോപ്പുകാരൻ ആ മെഡിസിൻ വേറെ അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മെഡിസിൻ്റെ എക്സിസ്റ്റിംഗ് വിലയുടെ 100 ഇരട്ടി വില പറയുന്നു. ഓക്കെ, ഇയാൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇയാളെ മുമ്പിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നമ്പർ 1, മോഷ്ടിച്ചിട്ടുകൊണ്ട് ഒരു സാധനം എനിക്ക് വേണ്ട, അങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജീവിതം വേണ്ട. ഓക്കെ, നമ്പർ 1. നമ്പർ 2, അയാളത് മോഷ്ടിക്കുന്നു, ഭാര്യൻ്റെ ജീവിതം രക്ഷിക്കുന്നു. അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു, ഞാനൊരു സംഭവം മോഷ്ടിച്ചിട്ടുണ്ട്, എനിക്ക് അതിന് ശിക്ഷ നൽകണം. 3ാമത്തെ ട്രെൻഡ്, ഇയാളുടെ നേരെ അത് മോഷ്ടിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, ഭാര്യയുടെ ജീവിതം രക്ഷിക്കുന്നു. നേരെ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ആർക്കെതിരെ? മെഡിക്കൽ ഷോപ്പുകാരനെതിരെ. അയാൾ ഉള്ള ഈ മെഡിസിൻ 100 ഇരട്ടി വിലക്കാണ് വിൽക്കുന്നത്. ആളുകളുടെ ജീവിതം നേടിയെടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഇത്ര ഹൈ ലെവലിൽ വിൽക്കുകയാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കും. മൂപ്പര ഭാര്യയും സുഖമായി ജീവിക്കും. നിങ്ങളാണ് മൂപ്പര സ്ഥാനത്ത് നിന്നെങ്കിൽ വിച്ച് വൺ യു വിൽ പ്രിഫർ? സാർ ഉത്തരം ഇപ്പം മൈക്ക് കൂടി കേൾക്കണോ? നിങ്ങൾ ഏത് ഒന്ന് പ്രിഫർ ചെയ്യുന്ന ആളുകളൊന്ന് കൈവയ്ക്കേ. 2 പ്രിഫർ ചെയ്യുന്ന ആൾ കൈവയ്ക്കേ. 2. 3 പ്രിഫർ ചെയ്യുന്ന ആൾ 2 കഴിഞ്ഞ ബാക്കിയൊക്കെ 3. സോ നോക്ക്, ദാറ്റ് മീൻസ് ഒരു കോൾബർഗ് എന്ന് പറയുന്ന ഒരാളുടെ തിയറിയാണിത്. സോ യു ആർ ഇൻ പോസ്റ്റ് കൺവെൻഷനൽ, യു ഹാവ് യുവർ ഓൺ വേ ഓഫ് തിങ്കിങ്, യു വിൽ ഫോളോ ദ യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാവരും അംഗീകരിക്കുന്ന വേലാണ് എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 13 years യു വിൽ ഹാവ് യുവർ ഓൺ പെർസെപ്ഷൻസ്. ആ പെർസെപ്ഷനാണ് പല ട്രെൻഡും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ശരിയല്ല എന്നൊരാൾ പറയുമ്പോൾ ഈ തീരുമാനിക്കൽ എൻ്റെ ട്രെൻഡ് എന്താ അല്ലെങ്കിൽ എൻ്റെ രീതി എന്താ, ആ ഒരു ചോദ്യം അവിടെ നിന്ന് വരുന്നത്. ഇപ്പം നേരത്തെ സാറും സൂചിപ്പിച്ചില്ലേ, എന്താ വൈ. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചോദ്യം വന്നാലും വൈ, എന്താ പ്രശ്നം? സ്കൂളിൽ ഒരു പെൺകുട്ടീൻ്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ട് നടക്കുന്ന ഒരു ആൺകുട്ടിയെ കണ്ടാൽ, മോനെ അത് എന്താ പ്രശ്നം, തോളത്ത് കൈ ഇവിടെ വെക്കണേ, എന്താ പ്രശ്നം, എനിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് പ്രശ്നമില്ല. പിന്നെ എന്താ, ടീച്ചർക്ക് എന്താ പ്രശ്നം? ടീച്ചർക്ക് പ്രശ്നമുണ്ടോ? അല്ലടാ, എനിക്കും പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ആർക്കാ പ്രശ്നം? ഒറ്റ ചോദ്യം കൊണ്ട് എന്ത് തീർന്നു? പിന്നെ പല ക്യാമ്പസുകളിലും നമ്മൾ നോക്കുമ്പോൾ നോക്കുന്ന ആൾക്കാണോ പ്രശ്നം, ഇരിക്കുന്ന ആൾക്കാണോ പ്രശ്നം എന്നുള്ള കൺഫ്യൂഷനാണ്. സോ ട്രെൻഡ് സെറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സർ? അപ്പോൾ ഈ നേരത്തെ ആ ചോദ്യത്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഡീവിയേറ്റ് മീൻസ് ആ കണ്ടന്റിലേക്ക് പോകാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച്. എന്താ പേരെന്താ പറഞ്ഞേ? അബ്ദുൾ റസാഖ് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു കുല്ലു മൗലൂദിന് യൂലദു അലൽ ഫിത്ര. ഈ ഫിത്രത്ത് എന്ന് പറയുന്നൊരു സംഭവം 87, 90, 95 വയസ്സ് വരെ ഫിത്രത്ത് ഉണ്ടാവും അല്ലേ? പക്ഷേ അബവാഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്, അതാണ് നെർച്ചർ. നേച്ചർ ആദ്യം പറഞ്ഞു ഫിത്രയാണ്, നേച്ചർ ഫിത്രയാണ്. പക്ഷെ നെർച്ചറിങ്ങിൽ എന്തുണ്ട്, പ്രശ്നം വരും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ നെർച്ചറിങ് ഇവിടെ അബ്രഹാം ഓൾപോർട്ടിൻ്റെ ഒരു
ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശമുണ്ട്. ഡിസിപ്ലിൻ ഈസ് ദ കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഇൻ എ സോഷ്യലി ആക്സെപ്റ്റഡ് മാനർ. ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തോട് നമ്മൾ പ്രതികരിക്കുന്നു, പക്ഷേ എങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ പറ്റില്ല. സമൂഹം ആവശ്യപ്പെടുന്ന, സമൂഹം അഭിലഷിക്കുന്ന ഒരു രീതിയിലായിരിക്കണം എൻ്റെ പ്രതികരണം. അങ്ങനെയാണെങ്കിലേ ഡിസിപ്ലിൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന, നേരത്തെ സാറ് പിന്നെ പൊതുവെയുള്ളൊരു ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞു, ആരാപ്പോൾ സമൂഹം അങ്ങനെയാണെന്ന് പറഞ്ഞ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അരാജകത്വത്തിലേക്ക്, അതല്ലെങ്കിൽ ലിബറലിസത്തിലേക്ക്, അങ്ങനെ ആർക്കും എന്തും ആവാം എന്നുള്ള തരത്തിലേക്ക്. നേരത്തെ ഇവിടെ പറഞ്ഞു ജനറൽ ന്യൂട്രൽ. ഈ ജനറൽ ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു സംഭവം ബാലുശ്ശേരി സ്കൂളിൽ സംഭവം തുടങ്ങിയല്ലോ. ബാലുശ്ശേരി സ്കൂളിൽ സംഭവം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് അവിടെ വന്നത്. അതൊരു പെണ്ണാണ്. ഡോക്ടർ ബിന്ദു വന്നത് സാരിയും ബ്ലൗസ് കൊടുത്തിട്ടാണ്. എന്നാൽ പിന്നെ ഡോക്ടർ ബിന്ദുവിന് എന്ത് ചെയ്യുക, പിണറായി ഇട്ട പോലെ നല്ല വെള്ളയും കുപ്പാക്കിട്ട് വന്നൂടെ? പക്ഷേ അത് ഡോക്ടർ ബിന്ദു വന്നില്ല. എന്നാൽ ഡോക്ടർ ബിന്ദുവിനെ അംഗീകരിക്കുന്ന പിണറായിക്ക് ഒരു സാരിയും പിന്നെ ബ്ലൗസ് ഇട്ടൂടെ? അതും ചെയ്തില്ല. എന്നിട്ട് എന്താ ചെയ്തത്? ബാക്കിയുള്ള ആളുകൾക്ക് അതും ജനറൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ചുരിദാർ ധരിക്കുക എന്നുള്ളതല്ല. എന്നാൽ പിന്നെ അതായിക്കൂടെ? അതുമല്ല, പിന്നെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ പാൻറ്റ് ധരിക്കുക എന്നുള്ളതിൻ്റെ പേരാണ് ജെൻഡർ ന്യൂട്രൽ. എന്നാൽ നേരെ തിരിച്ചു ആയിക്കൂടെ? അപ്പോൾ ഇത് ഒരു ഫിത്രത്ത് ഓൾറെഡി അവിടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫിത്രത്ത് ഉണ്ട്. ആ ഫിത്രത്തിലേക്ക് സമൂഹത്തെ വഴിതിരിച്ച് നടത്തുക എന്ന ഒരു വലിയൊരു ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സംഭവങ്ങൾ വെക്കേണ്ടത്. ഓക്കെ, 1:15 നമ്മുടെ സെഷൻ അവസാനിപ്പിക്കണം. അതിനു മുമ്പ് ഒരു ചോദ്യം, സാധ്യമാകുന്ന 2 ചോദ്യങ്ങളോ നമുക്ക് എടുക്കാം. നേരത്തെ ഈ പറഞ്ഞ ഈ വേലിക്കെട്ടുകൾ പൊളിക്കുക എള്ളുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക അജണ്ടകൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മളീ കേൾക്കുന്ന ഭൗതികമായ ഈ സമൂഹത്തിന് ആ അജണ്ടകൾ തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. സാറ തുടങ്ങി വെച്ചൊരു മേഖലയുണ്ട്. അതൊക്കെ കൂടുതൽ വായനകൾ നിർബന്ധമായും ആവശ്യമുള്ള ഫെമിനിസത്തിൻ്റെ കൺസെപ്റ്റിൽ ഞങ്ങൾ എംപവേർഡ് ആവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ആവണം, അപ്പോഴേ നിങ്ങൾക്ക് ശക്തി വന്നിട്ടുള്ളൂ. നിങ്ങൾ ന്യൂട്രൽ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൻറ്റാണ് ഇടേണ്ടത് എന്നത് ബിഹൈൻഡ് ദ സീൻ പറഞ്ഞു വെച്ചിട്ടാണ്. അവർ ചുരിദാർ ഇട്ടാൽ നിങ്ങൾ ന്യൂട്രൽ ആവില്ല എന്ന് എവിടെയോ പറഞ്ഞു വെച്ചിട്ട് അത് ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ്. രാത്രി ഇറങ്ങി നടക്കുമ്പോഴാണ് സ്വതന്ത്രരാകുന്നത്, എല്ലാവരും വീട്ടിൽ കയറി കിടന്നുറങ്ങുമ്പോഴല്ല എന്നുള്ളതാണ്. ഈ ടീനേജിൻ്റെ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, വി സ്റ്റോപ്പ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് വി സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദ ആൻസേഴ്സ്. നമ്മൾ ഉത്തരങ്ങൾ പറയുന്നത് അവസാനിപ്പിച്ചിട്ട്, നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അവസാനിപ്പിച്ചിട്ട് ഉത്തരങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്താ അങ്ങനെ ആയാൽ എന്താ, ഇങ്ങനെ ആയാൽ? സാറത്തെ ചോദിച്ച പോലെ ആർക്കാ പ്രശ്നം? കൈയിടുന്ന എനിക്ക് പ്രശ്നമില്ല, തോളിലുള്ള മറ്റവർക്ക് പ്രശ്നമില്ല, കണ്ടു നിൽക്കുന്ന ടീച്ചർക്കും പ്രശ്നമില്ല, പിന്നെന്താ നാട്ടുകാരുടെ പ്രശ്നം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് കൃത്യമായ അജണ്ടകളുണ്ട്. അത് ആ രീതിയിൽ തന്നെ തിരിച്ചറിയുകയും സംസാരിക്കുകയും വേണം. അടുത്തതിലേക്ക് പോകാൻ തോന്നുന്നു. പിന്നെ സെഷൻ്റെ തുടക്കത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അവിടെ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു ഡൗട്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ MLF ILF നടന്നിരുന്നു. ILF എന്ന് പറഞ്ഞാൽ ഇസ്സ ലിറ്ററേച്ചർ. അപ്പോൾ അതിന് പോയ സമയത്ത് അവിടെ നടത്തിയിരുന്ന പരിപാടികളിലൊക്കെ എങ്ങനെ ILFന് പോയി, MLFന് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ MLFന് കുറച്ച് അവിടെ എത്തുമ്പോഴേക്കും സമയം നോക്കി. അപ്പോൾ ILFൽ പോയ സമയത്ത് അവിടെ നടന്ന സെഷൻസിലൊക്കെ മൂല്യന്മാരാണ് നടത്തിയത് എന്നുള്ളത് പരിപാടിക്ക് ശേഷം സംസാരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതായത് ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് വെള്ള വസ്ത്രം അഴിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ നമ്മൾ ലിബറലിസത്തെ അംഗീകരിക്കുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം തുടർന്നാൽ എങ്ങനെ, ഒരു ഉദാഹരണത്തിന് ബ്രെഡ്ഫോർഡ് അക്കാഡമി, അതിലെ നേതാവ് പോലും മൂപ്പര് വലിയൊരു മൊല്യാരാണെങ്കിൽ പോലും ആ ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോഴേക്കും മൂപ്പര് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഡ്രസ് കോഡിങ് മാറുകയാണ്. ഇയാളൊരു മൊല്യാരാണെന്ന് ആർക്കും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ നമ്മൾ ഇത് ലിബറലിസത്തെ അംഗീകരിക്കുന്ന രീതി പോലെയാണ് അല്ലേ? കാരണം നമ്മൾക്ക് ഈ ഒരു ബെനിഫിറ്റ് മാത്രമാണ് വേണ്ടത്. അത് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പം റിലീജിയൻ അതിലേക്ക് ചേർക്കുമ്പോഴേക്കും അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാധനം നഷ്ടപ്പെടാതിരിക്കാൻ, അതായത് നമ്മൾ ലിബറലിസത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയും അതേസമയം നമുക്ക് ബിസിനസ് ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുമോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു വാദത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമോ, വെള്ളം ഇട്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ട്രെൻഡിനെ കുറിച്ചൊന്ന് അറിയേണ്ടതുണ്ട്. അതിങ്ങനെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊരു നമുക്ക് രക്ഷയില്ലാത്തൊരു ഭാഗമാണോ, ഒരു മൊയിലാർക്ക് ബിസിനസ്സിൽ ചേരാൻ പറ്റാത്തൊരവസ്ഥ മാത്രമാണോ സംജാതമായതെന്ന് അറിയണം. ഓക്കെ, ഇവിടെ പിന്നെ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നിങ്ങൾ ഒരു മതകീയ പരിവേഷമുള്ള ഒരാളെ കാണുന്നത്? ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ തന്നെ അത്തരം കുറേ കാര്യങ്ങളുണ്ട്.
നമ്മൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ അയാൾ ആ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയി എന്ന തരത്തിലുള്ള പൊതുബോധം, ആ പൊതുബോധത്തിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതെങ്ങനെ വെച്ചാൽ ഇവരിപ്പം ഹുദവികളാണ് വന്നിരുന്നത്. അപ്പോൾ അവർ ഹുദവികളാണെന്ന് പറയാൻ അവർക്ക് മടിയാണ്. അറിയാൻ അവരെ ഡ്രസ്സ് ഇടണം എന്നല്ല പറയുന്നത്, അത് അറ്റ്ലീസ്റ്റ് പറയാനുള്ള ഒരു മാന്യത പോലും കീപ്പ് ചെയ്തിട്ടില്ല. അത് അവരായതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടെ ആ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ, റിലീജിയന് ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക്, അതായത് നമ്മളൊരു പൊതുബോധത്തിലേക്ക് എത്തുമ്പോഴേക്ക് റിലീജിയൻ ആവശ്യമില്ല, അത് നമ്മൾ ബാക്കിയുള്ളതിനെ അംഗീകരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് തുടർന്ന് പോയാൽ കുറച്ച് കഴിഞ്ഞാൽ റിലീജിയൻ വഴി ഉണ്ടാവില്ല, വാല്യൂസ് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ഫീൽഡായി വരും അല്ലേ, ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വീണ്ടും അതുകൊണ്ട് ഇപ്പം എന്താ എന്നുള്ളൊരു ചോദ്യം, ഒറ്റ ചോദ്യത്തിൽ എനിക്ക് ആ സംഭവം അവിടെ നിർത്താം. അതുകൊണ്ട് ഇപ്പം എന്താ, അതുകൊണ്ട് ഫീൽഡ് പോകും. എന്ന് വെച്ചാൽ നമ്മളെ റിലീജിയൻ എന്നുള്ള സാധനത്തിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോകും. ഒരു ആളുടെ റിലീജിയൻ വന്നാൽ പോയി. ബാക്കി നമുക്ക് അഡ്രസ് ചെയ്യാം സാർ, അഡ്രസ് ചെയ്യാം. അതിൽ ജസ്റ്റ് ഒന്ന് ഈ ഇതിനകത്ത് എന്തോ ഒരു എനിക്ക് ഒറ്റ അഡ്രസ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം പ്രളയം എല്ലാം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു ചരിത്രം നന്നായി പഠിക്കണം കേട്ടോ. USSRന്റെ ചരിത്രം, നഷ്ടപ്പെട്ടു പോയ സംസ്കാരങ്ങൾ ഇന്ത്യയിൽ നന്നായി പഠിപ്പിക്കേണ്ട ഒരു കാലമാണ്. ഇസ്ലാമിക അടയാളങ്ങൾ മുച്ചൂട് നശിപ്പിക്കപ്പെട്ട സമൂഹം. ഒരു മുസ്ലിം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിലും ഒരു രഹസ്യ പോലീസിനെ നിർത്തിയ ഒരു കാലം കടന്നുപോയ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളൊക്കെ അതിന് ശേഷം തിരിച്ച് പൂർണ്ണമായ ഇസ്ലാമിക ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്ത എന്താക്കരുത്, ഒരാളും മനസ്സിൽ കൊണ്ടു നടക്കരുത്. ഇസ്ലാമിക ചരിത്രം അതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. എല്ലാം നശിപ്പിച്ചാൽ പോലും സകലമാന മുസ്ലിമീങ്ങളെയും കൊന്നൊടുക്കാനുള്ള ഒരു സംവിധാനം ഈ ലോകത്ത് ആരെങ്കിലും കണ്ടുപിടിച്ച് നടപ്പിലാക്കിയാൽ പോലും അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ പോലും എന്നാലും ഇസ്ലാം ഇവിടെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതുണ്ടാകും. വീണ്ടും വരുന്ന തലമുറയിൽ ഈ വെളിച്ചം കൈമാറും. ഉദാഹരണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആ വിഷയം സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ പോയാൽ അടുത്ത ദിവസം ഇല്ലാതെ, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ അതിനിടയിൽ വന്ന ആ ഒരു ലൈനിനെ മാത്രം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. അതെന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ മനസ്സിൽ ഒരിക്കലും ആ നിരാശാബോധം ഉണ്ടാവാൻ പാടില്ല. എന്ത് തകർച്ച സംഭവിച്ചാലും ശരി, ആരെന്ത് ആക്രമിച്ചാലും ശരി, ആരെന്ത് നിയമം കൊണ്ടുവന്നാലും ശരി, എന്ത് പ്രഖ്യാപിച്ചാലും ശരി, ഇസ്ലാം നിലനിൽക്കും. അതിൻ്റെ മനോഹാരിതയോടുകൂടി നിലനിൽക്കും. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞതിൽ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള വശം തോന്നുന്നത്, അവർ ഹുദവികളെന്ന് പറഞ്ഞില്ലല്ലോ, അത് വളരെ പോസിറ്റീവാ. അല്ല, അവർക്ക് കാരണം അവർക്ക് അറിയാം ഇത് ഉദവികൾക്ക് പറ്റിയ പരിപാടിയല്ല. ആ തരത്തിൽ നോക്കുമ്പോൾ അതാണ് ഞാനത് പ്രത്യേകിച്ച് എല്ലാ ആഴ്ചയിൽ 2-3 ദിവസം ബീച്ചിൽ പോണ ഒരാളെന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, ബീച്ചിലാണ് സംഭവം നടക്കുന്നത്. സാറിൻ്റെ പേര്? എൻ്റെ പേര് സഹിൽ. നമ്മുടെ ടോപ്പിക്ക് സെറ്റിംഗ് റോൾ മോഡൽസ് ആൻഡ് ഷേപ്പിംഗ് ട്രെൻഡ്സ് എന്നാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചൊരു ആശങ്ക, നമ്മുടെ ഡ്രസ് കോഡ് മാറുന്നതിനനുസരിച്ച് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ മേഖലയിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റൂലേ, അങ്ങനെ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ഇറങ്ങാൻ പറ്റൂല എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വെള്ളത്തുണി വെള്ളക്കുപ്പായും തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ചില കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിൽ ദേ വിൽ ഹാവ് ദെയർ ഓൺ പോളിസി. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് ലോകം മുഴുവൻ കീഴടക്കാമെന്ന് നമ്മളെ എപ്പിസ്ഥാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു അപ്പുറത്തേക്കൊരു ഓപ്ഷൻസ് ഉത്തരം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കെമിസ്താണെങ്കിലൊക്കെ നമ്മുടെ ഡ്രസ് കോഡ് അതിൽ അവർക്കൊക്കെ കിട്ടുന്ന റെസ്പെക്റ്റ് പലപ്പോഴും നമ്മളിപ്പോൾ ഞാൻ വേറൊരു നാട്ടിലേക്ക് ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ടൂർ പോയ സമയത്ത് ഊട്ടിയിൽ മജ്മയിൽ പഠിച്ച സമയത്ത് ഊട്ടിയിൽ ടൂർ പോയപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ടൂർ പോയി. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാങ്ക് കൊടുത്തു, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു തമിഴ് അവിടെയുള്ള ഒരു കുട്ടീനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അന്യ മതസ്ഥരാണ് കൊണ്ടിട്ട് കൊണ്ടക്ക് ഓടുമ്പോൾ ശരിയില്ലേ ഏതാവത് പണിക അങ്ങനെ വന്നൊന്ന് മന്ത്രിപ്പിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും നമ്മൾ ഡ്രസ്സിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് കൂടുതൽ കിട്ടും. ഓക്കെ, ആ രൂപത്തിൽ അതിനെടുക്കാം. നമ്മൾ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. മോഡൽസ്, റോൾ മോഡൽ, ട്രെൻഡിങ് ഷേപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള തലമുറയിൽ മുഴുവനും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താന്നുള്ള ചോദ്യം വരുമ്പോൾ അവരാഗ്രഹിക്കുന്ന ഉത്തരങ്ങളെയാണ്.
എല്ലാ സ്ഥലങ്ങളിലും പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് അപ്പുറത്തേക്ക് ഇഫ് യു ആർ റൈസിങ് എ പ്രോബ്ലം യു ഹാവ് ടു ഗിവ് സം സൊല്യൂഷൻസ്. ദിസ് ഇസ് സൊല്യൂഷൻസ്. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ, നമ്മൾ ഓരോ കുട്ടികളോടും നമ്മളൊരു സംഭവം കൊടുക്കുമ്പോൾ ഒരു ആൻസർ അവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അവരെ തോട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്യൂട്ടിക് ലെവലിൽ നമ്മളുടെ ടോക്ക് പോകണം. ഫോർ എക്സാമ്പിൾ, അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ സംഭവങ്ങളും നമുക്ക് കുട്ടികളുടെ ചിന്ത മാറ്റിക്കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട് കുട്ടികളോട് പറയാം, ഇതൊറ്റ ആക്ടിവിറ്റി എക്സാമ്പിളാണ്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ദർശനം കാര്യങ്ങൾ ചെയ്യാൻ. ഇതും നമ്മുടെ ലൈഫും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ കുട്ടി ഒരാൾ ഡിഫറെൻ്റ് ഐറ്റംസ് ഇപ്പോൾ മറുപടി പറയും. ഇത് ഉണങ്ങിയതാണെങ്കിലും ഇതിന് വിലയുണ്ട്. ഓക്കെ, ഇത് ഒരുപാട് കാലം നീണ്ടു നിൽക്കും, കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെയാണ്. നല്ല വെയിലത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്. ഇതിലെ ഓരോ വരകളും ഓരോന്നും വ്യത്യസ്തരാണ്. സോ നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്, നമ്മൾ വാല്യൂ ഡിഫറെൻ്റ് ആണ്, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഫോളോ ചെയ്യാവുമ്പോൾ അതിൻ്റെ വാല്യൂ ഇച്ചിരി കൂടി കൂടും. അപ്പോൾ വാട്ട് ഈസ് സോഷ്യലി അക്സെപ്റ്റഡ് വേ? ഇങ്ങനെ തോട്ട് പ്രോസസ്സിങ്ങിൽ ചേഞ്ചസ് നടത്തുമ്പോഴേ നമുക്ക് ഒരു കുട്ടിയിൽ മാറ്റങ്ങൾ, ഒരാളിൽ മാറ്റങ്ങൾ, നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഇതിലുള്ളൊരു കൺക്ലൂഷൻ. നമ്മുടെ ഈ സെഷൻ ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ചോദ്യം ചോദിച്ചവർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം, നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഇത് ഈ ബുഖാരി നോളജ് ഫെസ്റ്റിൻ്റെ ടീമിനും അതേപോലെ നിങ്ങളെല്ലാവരെയും ദ്വായിൽ ഖാദർ സാറി എന്നെയും ഈ സാധുവിനൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ഇനി പേഴ്സണലി ചോദിച്ചാൽ പോരെ? ദാറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഈ വേദി നമുക്ക് ഒഴിഞ്ഞു കൊടുക്കണം, അടുത്ത അവകാശികൾ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.